നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഒന്നിലധികം ചാനലുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ഡിവൈസിൽ നിന്നാണ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ നിങ്ങൾ 2, 3, 4 ചാനൽ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ചാനലിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാനുള്ള സാധ്യത? പലരും ഈ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. പലർക്കും മൾട്ടിപ്പിൾ ചാനൽസും ഉണ്ട്. അപ്പോൾ എല്ലാം ചിലപ്പോൾ ഒരു ഫോണിൽ നിന്നായിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ ചാനൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരേ ഡിവൈസിൽ മൾട്ടിപ്പിൾ ചാനലുകൾ ഉപയോഗിക്കാവൂ. എന്തൊക്കെയാണ് ആ ഇഷ്യൂസ് എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്ത് മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ചാനൽസ് ഒരേ ഡിവൈസിൽ സൈൻ ഇൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒറ്റ മറുപടി യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങും തന്നെ നമുക്ക് ഒരു ഡിവൈസിൽ മൾട്ടിപ്പിൾ ചാനൽ ഉപയോഗിക്കാൻ പാടില്ല എന്നെങ്ങും എഴുതിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരാൾക്ക് അവരുടെ ലൈഫ് ടൈമിലേക്ക് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു മെയിൽ ഐ ഡിയിൽ ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അതേ മെയിൽ ഐ ഡിയിൽ നമുക്ക് വേറൊരു ആഡ്സൻസ് അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഒറ്റ മെയിൽ ഐ ഡിയിൽ നിന്ന് ഒരു ആഡ്സൻസ്, ഒരാൾക്ക് അവരുടെ ലൈഫ് ടൈമിലേക്ക് ഒരു ആഡ്സൻസ് അക്കൗണ്ട്, ഇങ്ങനെയാണ് നമുക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ യൂട്യൂബിന്റെ കേസിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ നമുക്ക് മൾട്ടിപ്പിൾ ചാനൽ, ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് മൾട്ടിപ്പിൾ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പലരും പല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലർ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ചാനൽസ്, ഒരു 3, 4, 5 ചാനൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ചാനലുകളെല്ലാം ഒരു ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യും. അതേപോലെ ചിലർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ട്, ഇപ്പോൾ ഒരു 5 ചാനൽ ഉണ്ടെങ്കിൽ 5 ഇമെയിൽ ഐ ഡി വെച്ചിട്ട് 5 ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇത് ഏതെങ്കിലും ഒരു ആഡ്സൻസുമായിട്ട് കണക്ട് ചെയ്യും. ചിലർ 2 ഇമെയിൽ ഐ ഡി വെച്ചിട്ട് 4 ചാനലുകൾ ക്രിയേറ്റ് ചെയ്യും. അതും ഏതെങ്കിലും ഒരു ആഡ്സനുമായിട്ട് കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ട് 4 ചാനലുകൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ 4 ചാനലിനും ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആഡ്സൻസും ചാനൽസും കണക്ട് ചെയ്യുന്നവരും ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയ അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ആഡ്സൻസിനും യൂട്യൂബിനും അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഈ പോളിസീസിൽ എന്തെങ്കിലും വയലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ആയാലും യൂട്യൂബ് ചാനൽ ആയാലും ഡിസേബിൾ ആകാനോ ടെർമിനേറ്റ് ആകാനോ ഡിലീറ്റ് ആയി പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ആഡ്സൻസ് അക്കൗണ്ട് നിങ്ങൾ എടുത്തു. ആ ആഡ്സൻസിൽ ഒരു 4 യൂട്യൂബ് ചാനലുകൾ കണക്റ്റഡ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ആഡ്സൻസ് അക്കൗണ്ട് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, ഇപ്പം കൂടുതലും വരുന്നത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാണ് കൂടുതലും ആഡ്സൻസ് അക്കൗണ്ടുകൾ ടെർമിനേറ്റ് ആയി പോകുന്നത് അല്ലെങ്കിൽ ഡിസേബിൾ ആകുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരാൾ എനിക്ക് മെയിൽ ചെയ്തിരുന്നു, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വന്നിട്ട് ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആഡ്സൻസ് അക്കൗണ്ട് നമ്മുടെ ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആഡ്സനുമായിട്ട് നമ്മളിപ്പോൾ ഒരു 4 ചാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4 ചാനലിലുള്ള ഏണിങ്സ് സ്റ്റോപ്പ് ആവും. മനസ്സിലായോ? അതായത് 4 ചാനലിന് വേണ്ടി നമ്മൾ ഒറ്റ ആഡ്സൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ 4 ചാനലിലേക്കുള്ള ഏണിങ്സും ബ്ലോക്ക് ആവും. ഇവിടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കാരണമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആകുന്നത്. ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോകളിൽ ഓപ്പൺ ആക്കുന്നു, അതിനുശേഷം അത് അതിലെ ആഡ്സിൽ അറിഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അതായത് അപ്പൊ അത് യൂട്യൂബ് കുറെ ആകുമ്പോൾ ഡിറ്റക്ട് ചെയ്യും. യൂട്യൂബിന് മനസ്സിലാവും അതെ ഇതുപോലെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാനലിന്റെ പേരിൽ ആഡ്സൻസ് അക്കൗണ്ട് അങ്ങ് ഡിസേബിൾ ചെയ്യും. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ്സൻസ് ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഇല്ല. അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാ ആഡ്സൻസ് അക്കൗണ്ടിലും ഏണിങ്സ് സ്റ്റോപ്പ് ആവും. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് മൾട്ടിപ്പിൾ ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ അങ്ങനെ ആരെങ്കിലും ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് മൾട്ടിപ്പിൾ ചാനൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ ഓരോ ചാനലിലും ഓരോ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക, മൾട്ടിപ്പിൾ ആഡ്സൻസ് അക്കൗണ്ടും ഉപയോഗിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഒരാൾക്ക് ഒരു ആഡ്സൻസ് അക്കൗണ്ട് അല്ലേ പറ്റത്തുള്ളൂ, പിന്നെ എങ്ങനെ മൾട്ടിപ്പിൾ ആഡ്സൻസ് ഉണ്ടാക്കും? ഇപ്പം നമ്മുടെ പേരിൽ ആഡ്സൻസ് ഉണ്ടാക്കി, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ നമുക്ക് ആഡ്സൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെ ഒക്കെ പേരിൽ നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടാക്കാം. അതൊക്കെ ഓരോ ചാനലുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ, അതായത് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആകുന്നതിലൂടെ എല്ലാ ചാനലിന്റെയും ഏണിങ്സ് സ്റ്റോപ്പ് ആകുന്ന ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു 4 ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും പോളിസി വയലേഷൻ, ഇപ്പൊ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനോ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ വല്ലതും വന്നിട്ട് ആ ഒരു ചാനൽ അങ്ങ് ഡിലീറ്റ് ആയെന്ന് വിചാരിക്കും. ആ ചാനൽ ആ പോളിസി വയലേഷൻ കാരണം ഡിലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇമെയിൽ ഐ ഡിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് 3 ചാനലുകളെയും അത് അഫക്ട് ചെയ്യും. ആ 3 ചാനലുകൾ ടേക്ക് ഡൗൺ ചെയ്ത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയി എന്ന് വിചാരിക്കുക. ആ ഒരു ടെർമിനേറ്റ് ആയ ചാനലിന്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പാണ്. അവന്റെ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി. അവൻ എന്തെടുത്തു, വീണ്ടും അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അടുത്ത ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറെ വർക്ക് ചെയ്ത് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതും ഒരു കാരണവും ഇല്ലാതെ ടെർമിനേറ്റ് ആയി. അതിന്റെ കാരണം ഒരു കാരണവും ഇല്ലെന്നല്ല, ഒരാളുടെ ഒരു ചാനലിൽ അതേ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ടെർമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാൾ ആ ചാനൽ അതേ ഇമെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോളുക. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാനൽസ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ടുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ചാനൽ ടെർമിനേറ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ആഡ്സൻസ് അക്കൗണ്ട് ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ചാനലും കൂടെ പോകുന്ന ഒരു പ്രശ്നം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഒരേ ഫോണിൽ നിന്നോ ലാപ്പിൽ നിന്നോ നമുക്ക് മൾട്ടിപ്പിൾ ചാനൽസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു രീതിയിലുള്ള പ്രശ്നവും അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കാര്യം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറക്കാവുന്ന ഷെയറോട് ചെയ്തിരിക്കുക. പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയറോട് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.